പാകിസ്ഥാനിലേക്ക് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. ആ തീരുമാനം ഇന്ത്യ വീണ്ടും നടപ്പാക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന രവി നദിയിൽ ഷാംപൂർ കണ്ടി അണക്കെട്ട് പൂർത്തിയാകുന്നു. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ സവാൽകോട്ടിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് പിന്നാലെയാണ് പുതിയ അണക്കെട്ട് പൂർത്തിയാകുന്നത്. 1960 സിന്ധു നദീജല കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളിലെ വെള്ളത്തിൽ ഇന്ത്യക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. എന്നാൽ മതിയായ സംവരണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ വൻതോതിൽ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുകയായിരുന്നു. ഈ നഷ്ടം ഒഴിവാക്കി രാജ്യത്തിനായി മുഴുവൻ ജലവും വിനിയോഗിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. 5 പതിറ്റാണ്ടോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഈ അണക്കെട്ട് യാഥാർത്ഥ്യമാകുന്നത്. 1979 ഷാംപൂർ കാണ്ടി അണക്കെട്ടിനെ കുറിച്ച് ഇന്ത്യ ആലോചന നടത്തുന്നത്. 1982 ശിലാസ്ഥാപനവും നടത്തി. എന്നാൽ അതിനുശേഷം വർഷങ്ങളോളം ഇതിന്റെ നിർമ്മാണം മുടങ്ങി. നദിയെ ചൊല്ലിയുള്ള സംസ്ഥാനങ്ങളുടെ തർക്കമായിരുന്നു ഇതിന് പ്രധാന കാരണം. പിന്നീട് മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് നിർമ്മാണ ചർച്ചകൾ വീണ്ടും സജീവമായതും നിർമ്മാണം ആരംഭിച്ചതും. ജമ്മു കാശ്മീർ പഞ്ചാബ് അതിർത്തിയിൽ പത്താൻകോട്ടിന് സമീപമാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. നിലവിലുള്ള രഞ്ജിത് സാഗർ അണക്കെട്ടിന് 11 കിലോമീറ്റർ താഴെയാണ് ഷാംപൂർ ഡാം അണക്കെട്ട്. രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ 55.5 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിന്റെ നിർമ്മാണ ചെലവ് 4000 കോടി രൂപയാണ്. ഏകദേശം 720 കിലോമീറ്ററാണ് രവി നദിയുടെ ആകെ നീളം. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഈ നദിയുടെ 320 കിലോമീറ്റർ ദൂരം ഇന്ത്യയിലാണ്. 80 കിലോമീറ്ററോളം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുകയും ചെയ്യുന്നു. പിന്നീട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലൂടെ കടന്ന് സിന്ധു നദിയിലൂടെ അറേബ്യൻ കടലിലേക്ക് പതിക്കുന്നു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ അണക്കെട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. കശ്മീരിലെ കത്വ, സാംബ ജില്ലകളിലെ 37,000 ഹെക്ടർ കൃഷിഭൂമിക്കാണ് കൂടുതൽ ഗുണം ലഭിക്കുക. പഞ്ചാബിലെ 5000 ഹെക്ടർ പ്രദേശത്തും ഈ അണക്കെട്ടിലെ വെള്ളം ലഭിക്കും. ഇതുകൂടാതെ ഷാംപൂർ അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയുണ്ട്. എന്തായാലും ഷാംപൂർ കണ്ടി അണക്കെട്ട് പൂർത്തിയായാൽ അത് പാകിസ്ഥാന് ഒരു വാട്ടർ ഷോക്ക് തന്നെയായിരിക്കും.